സാർ, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഒരു വിശ്വാസിയുടെ ഒരു വിശ്വാസി, അതായത് ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസി എന്ന രീതിയിൽ ഞാനൊരു കാര്യം സാറിനോടങ്ങ് പറയുക. ഒരു വിശ്വാസിയുടെ എന്താ പറയുക തോന്നലുകളെന്ന് സാർ ധരിച്ചാൽ മതി. ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു തട്ടിപ്പ് പരിപാടി സർക്കാർ നടത്താനായി പോകുമ്പോൾ തന്നെ ഇത് തട്ടിപ്പാണ് എന്ന് കാണുന്നവർക്കെല്ലാം അറിയാം. ആ തട്ടിപ്പ് മുതൽ ഇന്നലെ ഒരു ശബരിമല സീസൺ അവസാനിക്കുന്നത് വരെ ശബരിമല ഒരു വിശ്വാസി ആയതുകൊണ്ടാണ് പറയുന്നത്, ശബരിമല അയ്യപ്പൻ ആരാണോ ആഗോള അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിക്കാനായി ഇറങ്ങിയത്, അതായത് ഈ സംസ്ഥാന സർക്കാരിനെയും ഏറ്റവും വലിയൊരു കള്ളത്തെ മൂടി വയ്ക്കാനായി ശ്രമിച്ച സകല കള്ളന്മാരെയും ഇന്നലെ അവസാനത്തെ കള്ളൻ ശങ്കരദാസിനെ, സാർ അവസാനത്തെ കള്ളൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, മിസ്റ്റേക്ക് ആയിട്ട് വല്ലതും വരുമോ? ഇല്ലല്ലോ. എങ്കിൽ സാധാരണ അവസാനത്തെ സാർ അവസാന കള്ളൻ KP ശങ്കരദാസിനെ ഇന്നലെയും അറസ്റ്റ് ചെയ്യുന്നു. സാർ, അപ്പോ അയ്യപ്പൻ സത്യമുള്ള ദൈവമല്ലേ? അയ്യപ്പദാസിനെ പോലെയുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വിശ്വാസികളെ സംബന്ധിച്ച് മകരവിളക്ക് ദിവസമായ ഇന്നലെ തന്നെ ആ കേസിൽ ഒരു പ്രധാന പങ്ക്, അതായത് ശബരിമലയിൽ നിന്നും സ്വർണം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു കേസിലെ പ്രധാന പങ്കാളി ആണെന്ന് എല്ലാവരും കരുതുന്ന ഒരു വ്യക്തി, ഇതുവരെ സർക്കാരിൻ്റെ സംരക്ഷണയിൽ നിന്ന വ്യക്തി ഇന്നലെ മകരവിളക്ക് ദിവസം അറസ്റ്റിലായത് അതൊരു കാവ്യനീതിയാണെന്നും അതൊരു ഈശ്വര നിശ്ചയമാണെന്നും ഒക്കെ വിശ്വാസികളായിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഉള്ള വിശ്വാസങ്ങൾ ചിന്തിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഈ ദൈവവിശ്വാസിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ചിന്തയിൽ ഈ ക്ഷേത്രങ്ങളും പള്ളികളും മറ്റേ എല്ലാ ആരാധനാലയങ്ങളും മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് മനുഷ്യനാൽ സംരക്ഷിക്കപ്പെടുന്ന, മനുഷ്യന് വേണ്ടി മനുഷ്യൻ നിർമ്മിക്കുന്ന മനുഷ്യ നിർമ്മിത കേന്ദ്രങ്ങളാണ്. പക്ഷെ അത് വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെ അല്ലത്. അത് അവർക്ക് പരമപവിത്രവും ജീവിതത്തിൻ്റെ എന്തിൻ്റെ അവസാന വാക്കാണ്. അപ്പോൾ അവരെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. എൻ്റെ വിശ്വാസം എനിക്ക്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക്. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സുപ്രീം കോടതിയും 3 തവണ കേരള ഹൈക്കോടതിയും ഒക്കെ അവരെ നിശിതമായി വിമർശിച്ചതിന് ശേഷം ശങ്കരദാസ് എന്ന മുൻ ദേവസ്വം ബോർഡ് അംഗത്തെ ഒടുവിൽ അവരെ അറസ്റ്റ് ചെയ്യും. ഇതും ഒരു നാടകമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ശങ്കരദാസിന്റെ അറസ്റ്റിന് ശേഷവും അദ്ദേഹം SP ഫോർട്ട് ആശുപത്രിയിൽ കിടക്കുന്നത്, മെഡിക്കൽ കോളേജിലല്ല. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹത്തിനെ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഇനി അദ്ദേഹം ഹോസ്പിറ്റലിൽ തുടരും. ഹോസ്പിറ്റലിൽ എത്തി ഒരു ജഡ്ജി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ റിമാൻഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ പ്രിവിലേജ്, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെങ്കിൽ ചിലര് കുറച്ചുകൂടി തുല്യരാണ്. അതായത് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന ഒരു ഇതുണ്ട്, ഒരു നോവലിലെ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം പോലെ അയ്യപ്പദാസിനും ഇപ്പം മനസ്സിലാക്കേണ്ടത്, ശങ്കർദാസ് നിയമത്തിന് മുന്നിൽ എല്ലാവരെക്കാളും കുറച്ചുകൂടി തുല്യനാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ആശുപത്രിയുടെ സുഖസൗകര്യം അനുഭവിച്ച് വീണ്ടും അവിടെ കിടക്കാനാണ് സാധ്യത. പക്ഷെ പേരിനെങ്കിലും ഈ മേൽപ്പടിയാനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കോടതിയിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കുന്നു. കാരണം കോടതിയുടെ കണ്ണിൽ നിന്നും എത്ര പ്രഭാവശാലിക്കും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ആശ്വാസം ഇന്ത്യ മഹാരാജ്യത്ത് ആത്യന്തികമായിട്ട് നമുക്ക് നീതി നൽകാനായിട്ട് ഒരു സ്ഥാപനം ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം സാധാരണ പൗരന്റെ മനസ്സിൽ ഒരു ആശ്വാസമായിട്ട് കുളിർകാറ്റായിട്ട് വരും. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആലങ്കാരികതകളൊക്കെ അവിടെ നിൽക്കട്ടെ. ശബരിമലയിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആ ക്ഷേത്രവുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ അറസ്റ്റിലായി. പക്ഷെ ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ട്.
അതായത് ശബരിമലയിൽ കാര്യങ്ങൾ കൃത്യനിഷ്ഠമായിട്ടും സത്യസന്ധമായിട്ടുമാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി നിയോഗിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ആ സ്പെഷ്യൽ കമ്മീഷണർ ഇതുവരെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അന്നത്തെ ആ കാലഘട്ടത്തിലെ ഈ പ്രതിസന്ധികളും ഈ കൊള്ളയും ഒക്കെ നടന്ന കാലഘട്ടത്തിലെ സ്പെഷ്യൽ കമ്മീഷണർ മിണ്ടിയിട്ടില്ല. അയാള് ഹൈക്കോടതിയെ വിവരം ധരിപ്പിച്ചിരുന്നില്ല. അതിനുശേഷം വന്ന സ്പെഷ്യൽ കമ്മീഷണർ, ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ശ്രീ മനോജ് എന്ന് പറയുന്ന ജില്ലാ ജഡ്ജി, അദ്ദേഹമാണ് ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ പിന്നെ എന്തോ ചെയ്യുമായിരുന്നു അവിടെ ഇരുന്ന്? പിന്നെ ഹൈക്കോടതി നമ്മൾ പറയേണ്ടത്, ഈ ഹൈക്കോടതി ഇപ്പോൾ നിരന്തരം പറയുമ്പോഴാണ് ഈ വ്യക്തിക്ക് ICUവിൽ നിന്നും ഈ വ്യക്തി വെളിയിൽ ഇന്നലെ വന്നതും ഇദ്ദേഹം പോലീസിന്റെ അറസ്റ്റിലായി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ കോടതി പറയുമ്പോൾ മാത്രമാണോ ഇദ്ദേഹത്തിന്റെ അസുഖത്തിൽ നിന്ന് മോചനം കിട്ടിയത്? ഇദ്ദേഹത്തിന് ഈ അസുഖം വന്നത് ഈ കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് അസുഖമില്ല. കോടതിയിൽ കേസ് വന്നപ്പോൾ പുള്ളിക്ക് സ്ട്രോക്കും വന്നു, ഹാർട്ടിന്റെ അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല, ഹാർട്ടിന്റെ പ്രവർത്തനത്തിൽ ചെറിയ വേരിയേഷൻസും ഒക്കെ വന്നു. അപ്പോഴാണ് ഇത് ഒരു സംഗതി. പിന്നെ അദ്ദേഹത്തിന് ഇല്ലാത്ത രോഗമല്ല. ഈ പോലീസുകാരെ തന്നെ ചില പത്രക്കാരോട് ഒരു കാര്യം പറഞ്ഞു വരുത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്, ഈ അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാണെന്ന് ചിലർ പറഞ്ഞു. അപ്പൊ ചിലര് വിശ്വാസികളായ അയ്യപ്പ ഭക്തർ പറഞ്ഞു, കണ്ടോ അയ്യപ്പന്റെ മുതൽ കെട്ട അയാൾ ഭ്രാന്തനായി എന്ന് പറഞ്ഞു. വിശ്വാസികളെ സംബന്ധിച്ച് അവർ പാവങ്ങള്, അവരങ്ങ് ഹൃദയം പൊട്ടിയിരിക്കുകയാണ്. ആ ഹൃദയം പൊട്ടിയ വിശ്വാസികളെ കബളിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന് അവർക്ക് ദൈവം മാപ്പ് കൊടുക്കായിരിക്കും, പക്ഷേ വോട്ടർമാർ മാപ്പ് കൊടുക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വഴിപാടൊക്കെ നടത്തിയാൽ ചിലപ്പോൾ ദൈവങ്ങളൊക്കെ മാപ്പ് കൊടുക്കും, പരിഹാരക്രിയകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരൻ മാപ്പ് കൊടുക്കത്തില്ല. ദൈവത്തിന്റെ പേരിൽ ഈ ലോകത്തെ മുഴുവൻ വട്ടം കറക്കുകയും പറ്റിക്കുകയും ചെയ്ത ഇവർക്കൊന്നും മാപ്പില്ല. പക്ഷെ ഇതിലൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ അതായത് 1957 EMS സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ എത്ര ആയി? അതിനുശേഷം 57 ശേഷം ഇപ്പോൾ വർഷം എത്ര കഴിഞ്ഞു? ഒരു എത്ര ആകുന്നു അയ്യപ്പദാസ? ഇനി ഒരു വളരെ കുറച്ച് കൊല്ലം കൂടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടാകും, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല എങ്കിലും ഞാൻ പറയുക ഒരു 10-70 വർഷത്തോളം ആകുന്നു. ഞാനിപ്പോ കണക്ക് കൂട്ടിയിട്ടൊന്നും അല്ല പറയുന്നത്. 70 വർഷത്തോളം ആകുന്നു സാർ. 70 വർഷത്തോളം ആകും. അപ്പൊ അത്രയും ആ കാലയളവിൽ ഈ ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലെയും സ്വത്ത് കൂടിയിട്ടുണ്ടാകും. ഇപ്പൊ ഒരാൾ MLA ആകുമ്പോൾ അയാൾ ഡിക്ലെയർ ചെയ്യുന്ന സ്വത്തും 5 കൊല്ലം MLAയോ മന്ത്രിയോ ആയിട്ടിരുന്നതിന് ശേഷം അയാൾ ഡിക്ലെയർ ചെയ്യുന്ന സ്വത്തും നോക്കിയാൽ വലിയ അന്തരമാണ്. അന്നേരം പറയുന്നത് ഈ സ്വത്തെന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ പക്ഷെ ഇങ്ങനെ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനൊന്നും വ്യക്തമായ കണക്കില്ല. അപ്പൊ ഈ ജനാധിപത്യ ഭരണകൂടം കേരളത്തിൽ വന്നതിന് ശേഷം ക്ഷേത്ര സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സ്തുതിപാഠനൊന്നുമല്ല, പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ നേരിട്ടുള്ള പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇന്നും കണക്കാക്കാൻ പറ്റാത്ത സ്വത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ചില 5 ലക്ഷം തൊട്ട് 10 ലക്ഷം തൊട്ട് 20 ലക്ഷം കോടി വരെ ഉള്ള സ്വത്ത് അവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് വാർത്തകൾ. എന്തായാലും ഒരു 2-3 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലുള്ള സ്വത്ത് അവിടെ ഉണ്ട്. അതായത് ഈ ഒരു ചെറിയ ഭരണകൂടം, അതായത് കേരളം മൊത്തം അവർ ഭരിച്ചിരുന്നില്ല. അപ്പൊ ആ ഒരു രാജകുടുംബത്തിന് സൂക്ഷിച്ച ആ സ്വത്ത് അതുപോലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് അത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പലരുടെയും കീശയിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ ഈ അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, മുരാരി ബാബു NSS നായർ സർവീസ് സൊസൈറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ സുകുമാരൻ നായരുടെ ഒരു ശിങ്കിടിയായിട്ട് ജീവിതം തുടങ്ങുന്ന പ്യൂൺ പോലുള്ള ഒരാൾ. അയാൾ ഇന്ന് വെച്ചിരിക്കുന്ന 2 കോടി, ചിലർ പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ ഈ മുരാരി ബാബു വെച്ചിരിക്കുന്ന വീട് 2 കോടി രൂപയിലധികം മൂല്യമുള്ളതാണ്. അത് തൊട്ട് അമ്പലം വിഴുങ്ങി ശങ്കരദാസ്
എന്ത് വലിയ കോടീശ്വരനാണ് ശങ്കരദാസ്. അതെ ഈ ശങ്കരദാസിനെ ശരിക്കും പറഞ്ഞാൽ ഈ തന്ത്രിയെക്കാളും ഒക്കെ സ്വാധീനമുള്ള വ്യക്തിയാണ്. മന്ത്രിയും തന്ത്രിയും ഒക്കെ ശങ്കരദാസിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി, സർക്കാരിന് പോലും തൊടാൻ ഭയപ്പെടുന്ന വ്യക്തി. ഇയാൾ തന്നെയല്ലേ ദൈവം. പണ്ട് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ലക്ഷമുള്ളവൻ രക്ഷപ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. അതുകൊണ്ടാണ് മലയാളത്തിൽ കോടി സ്വത്തുള്ളവനെ ഈശ്വരൻ കോടീശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനാണ് ശങ്കരദാസ്. അതെ ശങ്കരദാസനല്ല, ശങ്കരന്റെ യജമാനനാണ് അദ്ദേഹം. അദ്ദേഹം ദാസൻ എന്നുള്ള പേര് മാറ്റണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. അല്ല സാർ, ഇങ്ങനെ പറയുമ്പോഴേ സാർ ഒരു കാര്യം, ഈ ശങ്കരദാസിന്റെ കൂടെ ഒരു ദാസ് ഉണ്ട്, പാവപ്പെട്ട നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ കൂടെ ഒരു ദാസ് ഉണ്ട്. അപ്പൊ എല്ലാ ദാസന്മാരും ഒരുപോലെ അല്ല. അല്ല 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 അതാണ് ഞാൻ പറഞ്ഞത്. ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. അതെ സാർ, എന്നൊരു ഇതുണ്ട്. അപ്പം ഈ നമ്മളെല്ലാം തുല്യരാണെങ്കിലും നമ്മുടെ ഇടയിലെ ചിലര് കുറച്ചുകൂടെ വലിയ തുല്യരാണ്. അപ്പൊ അങ്ങനെ വലിയ തുല്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു പേര് അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രശ്നം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, നമ്മുടെ സമയം പരിമിതമാണ്. എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാടിന്റെ പരിണത ഫലമാണ്. അതായത് ക്ഷേത്ര സ്വത്തുക്കൾ എന്ന് പറയുന്നത് അത് സംരക്ഷിക്കാനുള്ളതല്ല, അത് അടിച്ചു മാറ്റാൻ. അതുകൊണ്ടാണ് കൃത്യമായ ഓഡിറ്റിംഗ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തത്. അതുപോലെ പിന്നെ വിവരാവകാശ നിയമപ്രകാരം ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് പോലും നമുക്ക് വിവരം കിട്ടും. പക്ഷേ ദേവസ്വം ബോർഡുകളുടെ കയ്യിൽ നിന്നും നമുക്ക് വിവരാവകാശ പ്രകാരമുള്ള ഡീറ്റെയിൽസ് 99% വിഷയങ്ങളിലും കിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള വിഷയം മാത്രമാണെങ്കിൽ അവിടെ കിട്ടുള്ളൂ. അതായത് ഈ നാട്ടിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ജനാധിപത്യത്തെ അട്ടിമറിച്ച് അതായത് ജനങ്ങളുടെ പൈസ മുഴുവൻ പിടിച്ചു പറിച്ചിട്ട് അത് കുറച്ചു പേരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ അധപതിച്ചു എന്നുള്ളത് അത് എനിക്ക് ഇത്ര അക്ഷന്തവ്യമായ കുറ്റമാണ്. അതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നയപരമായ നിലപാടുകളാണ്. കാരണം ഏതെങ്കിലും ഇപ്പൊ BJP ഇതിനെയൊക്കെ എതിർക്കും, ഭക്തജനങ്ങളുടെ കൂടെ നിൽക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന BJP ഇന്നലെ എന്തോ ഒരു ദീപം കൊളുത്തി പ്രതിഷേധിച്ചു. എന്ത് പ്രതിഷേധം? ഇതാണ് പ്രതിഷേധം. അവര് ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചോ? സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു? അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് ഞങ്ങൾ ഇതിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി ഒരു ധവളപത്രം പുറപ്പെടുവിക്കാതെ ദേവസ്വം പ്രസിഡന്റ് ഇനി ഓഫീസിൽ ഞങ്ങൾ കേറ്റില്ല എന്ന് അവർ പറഞ്ഞില്ലല്ലോ. ഇല്ല. അവർ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും നടപടി എടുത്തു? ബാക്കി രാഷ്ട്രീയ CPM-നെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളായ CPM, അവിശ്വാസികളെന്ന് അവർ പറയുന്നു, അങ്ങനെയുള്ള പാർട്ടി അവർ ക്ഷേത്രത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് വിശ്വാസം, ഞാൻ എപ്പോഴും ആ നിലപാടാണ്. ഞാൻ അത്ര വലിയ അമ്പല പോകുന്ന ആളല്ല, പലപ്പോഴും ഒക്കെ പോകാറുണ്ട്. എന്നാലും അങ്ങനെ ഞാൻ അത്ര ഒരു വിശ്വാസി അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളിൽ പോയി ഇടപെടാറില്ല. അപ്പം ബാക്കി ഭക്തരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ വിശ്വാസികളെന്ന് അഭിനയിക്കുന്ന വ്യക്തികൾ അവര് ഇവിടുന്ന് സർവ്വതും കട്ടുമുടിച്ചു കൊണ്ടുപോവുകയും ഈ ക്ഷേത്രത്തിൽ വരുന്ന കാണിക്കയ്ക്കും വഴിപാടിനുമൊന്നും കണക്കില്ല. ഇതൊക്കെ മുഴുവൻ ഹിന്ദുക്കളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ചെല്ലുന്നവന് സൗജന്യ ഭക്ഷണം കൊടുക്കണം, അവിടെ ചെല്ലുന്നവന് വിദ്യാഭ്യാസ സഹായം വേണം, അവിടെയുള്ള ഹിന്ദുക്കളുടെ കുട്ടികൾക്ക് അവർക്ക് സ്ഥാപനങ്ങൾ നടത്തണം. ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഭഗവാന്റെ കാര്യങ്ങൾ നോക്കണം, നമ്മളെ ഗീതയും ഉപനിഷത്തുക്കളും വേദങ്ങളും നമ്മളെ പഠിപ്പിക്കണം. ഇതിനൊക്കെയാണ് ക്ഷേത്ര സ്വത്ത്. അല്ലാതെ പാർട്ടി ഓഫീസ് പണിയാനും പിന്നെ അവിടുത്തെ യൂണിയന്റെ ഓഫീസ് പണിയാനും നേതാക്കന്മാർക്ക് വ്യക്തിപരമായ വലിയ ആർഭാട്ടത്തോട് ജീവിക്കാനും ഒന്നും അല്ല ക്ഷേത്ര സ്വത്തുക്കൾ. വളരെ ഭീകരമാണിത്. ഇത് എന്തായാലും ശരി, ശബരിമല ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ള ഇത്തരം കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് വഴിവെച്ചു എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നു. അത് അയ്യപ്പദാസൊക്കെ പറയുന്ന പോലെ ഒരുപക്ഷെ അയ്യപ്പന്റെ നേരിട്ടുള്ള ഇടപെടലായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, എന്തോ എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ആ ചർച്ച ഈ ക്ഷേത്ര ഭരണത്തെ സുതാര്യമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി.